ഇപ്പം മാം ഓരോരുത്തരുടെ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഇപ്പം പറയണം എന്നില്ല അവരവരുടെ ഇഷ്യൂ, പക്ഷെ മാമിന് തന്നെ ഇപ്പോൾ ഒരാളിനെ കാണുമ്പോൾ പെട്ടെന്ന് അവരുടെ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എന്ന് മാമിന് അത് റീഡ് ചെയ്യാൻ പറ്റാറുണ്ട്? ആദ്യമൊന്നും പറ്റില്ലായിരുന്നു, പക്ഷേ നൗ ഇറ്റ് ഇസ് ലൈക്ക് ഒരു ബിഹേവിയർ പാറ്റേൺ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്ന കാണുമ്പോഴോ ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാം. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും അങ്ങോട്ട്? ഒരുപാട്. പക്ഷെ ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്തോ അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്തടത്തോ അങ്ങോട്ട് പോയി പറയാറില്ല. ബിക്കോസ് ഹെൽപ്പ് ഒരിക്കലും അങ്ങോട്ട് പോയി കൊടുക്കേണ്ടതല്ല, ചോദിച്ചു വരുമ്പോൾ മാത്രം കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർക്ക് വൈ ഷി അഡ്വൈസിങ്, വാട്ട് ഇസ് ദ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിചാരിക്കും. അപ്പൊ അത് ജനറലി ചെയ്യാറില്ല. മനസ്സിലായാലും മനസ്സിൽ വെക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ചിലപ്പോ തോന്നാറുണ്ട്, ചിലപ്പോ നമുക്ക് മൈൻഡ് പവർ അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ESP പറയില്ലേ, ദർ ഇസ് സംതിങ് കോൾഡ് ആസ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. അതിനകത്തൊരു കാറ്റഗറിയാണ് ഇൻറ്റ്യൂഷൻ. സോ വെൻ വി ലുക്ക് അറ്റ് എ പേഴ്സൺ വി ഓട്ടോമാറ്റിക്കലി ആക്സസ് ദെയർ സബ് കോൺഷ്യസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനകത്തുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ എല്ലാം ചോർത്തിയെടുക്കും. ESPയുടെ കാര്യം പറയുമ്പോ മാം അതിനെ കുറിച്ച് ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്. യു ആർ ലേണിംഗ് സൈക്കോളജി അല്ലേ? അല്ലേ, നമുക്ക് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഫിലിംസിലൊക്കെ ഒരുപാട് ഇതുപോലത്തെ അങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറ്റ്സ് ഓൾ ജസ്റ്റ് ഫിക്ഷൻ. പക്ഷെ ശരിക്കും നമ്മൾ സയന്റിഫിക്കലി പഠിക്കുമ്പോൾ കുറച്ചൊക്കെ അതിന് ബേസ് ഉണ്ടല്ലോ. അപ്പൊ മാം ക്ലാസ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ബേസിക്കലി കവർ ചെയ്യാറുള്ള കാര്യങ്ങൾ? മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്താണ് കൂടുതൽ ക്ലാസ് എടുക്കുന്നത്. സ്പിരിച്വൽ സയൻസിൽ മൈൻഡ് ക്വാളിഫൈ ചെയ്ത് ഇത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ആൾക്കാർക്ക് മാത്രമേ സ്പിരിച്വൽ സയൻസിൽ ഞാൻ ഓപ്ഷൻ കൊടുക്കാറുള്ളൂ. ബിക്കോസ് ഇത് മനസ്സിലാക്കാത്തവര് ഇതിനെ വേണമെങ്കിൽ നെഗറ്റീവായിട്ട് കാണാം, അല്ലെങ്കിൽ എന്താ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. സി ഐ ടെൽ യു സംതിങ്, ഞാൻ സ്വീറ്റ്നെസ് രുചിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് ഷുഗർ ഇസ്? ഇല്ല. വൈ? Because oh my god, yeah. അപ്പോ because you have to experience it. അതേ സാധനമാണ്. ശരിയാണ്. ഇൻറ്റ്യൂഷൻ ഉണ്ട്, ദെജാവു എന്ന് പറയും അതിന്, പ്രിമോണിഷൻ, ഇതെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. പ്രിമോണിഷൻ ഉണ്ട്, ക്ലെയർ വോയൻസ് ഉണ്ട്, ക്ലെയർ ഓഡിയൻസ്. ക്ലെയർ ഞാനൊരു ടീച്ചേഴ്സിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചേഴ്സ് അവിടുത്തെ സ്റ്റാഫും ഉണ്ടായിരുന്നു. സോ എനിക്കറിയില്ല അവരാരൊക്കെയാണ്. 300 പേരുണ്ടായിരുന്നു. അപ്പം ബ്രേക്കിന് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കണ്ണറിയാതെ ഒരു വ്യക്തിയിൽ പതിച്ചു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോ ഐ ഫെൽ ദാറ്റ് she was craving for love. I'm seeing her for the first time. Okay. You just felt it. Yeah, അതൊരു ഇൻറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ച് ഡോസ് കുറച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. സോ അവരടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മനസ്സൊത്തിരി ബർഡൻഡ് ആയ പോലെ തോന്നുന്നു, യു ആർ ക്രേവിംഗ് ഫോർ ലവ് എന്ന് പറഞ്ഞു. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ക്രൈങ്. ഷീ സെഡ് 6 വയസ്സോ മറ്റോ ഉള്ളപ്പോൾ ഈ കുട്ടിയെ ഓർഫനേജിലാക്കിയതാണ്. പേരൻസ് ഉണ്ട്, പക്ഷെ ദേവർ ഭയങ്കര പുവർ ആയിരുന്നു. അപ്പോ ആ സമയം മുതലേ ഷീ ഈസ് മിസ്സിംഗ് ഹർ പേരൻസ്. ഷീ ഈസ് നൗ 52 ഓർ സംതിങ്. അപ്പൊ മുതലേ ആ ഒരു വിഷമം കൊണ്ട് ജീവിച്ചു വന്നത്. ഇതില് ഈ ESPയിലൊക്കെ വരുന്ന കാര്യങ്ങളല്ലേ, ടെലിപ്പത്തി, ലെവിറ്റേഷൻ ഒക്കെ, അതിലും ഒക്കെ ഒരുപാട് ലൈക് സയന്റിഫിക്കലി വി കൻ ജസ്റ്റിഫൈ ഇറ്റ്, റൈറ്റ്? ഇപ്പോ സയൻസിന്റെ പുറകെ നമ്മൾ എല്ലാത്തിനും പ്രൂഫിന് പോവുകയാണെങ്കിൽ ഒന്നിനും കിട്ടില്ല. ബിക്കോസ് അത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ്. എക്സ്പീരിയൻസ് എല്ലാം തരുന്നത് നമ്മുടെ റൈറ്റ് ബ്രെയിൻ ആണ്, അല്ലെങ്കിൽ റൈറ്റ് ബ്രെയിൻ യൂസ് ചെയ്തിട്ടാണ് ഇത് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ലോജിക്കലായിട്ട് ഭയങ്കര ലോജിക്കലായിട്ടുള്ള വ്യക്തികൾ ഇത് ടോട്ടലി റിജക്ട് ചെയ്യും. കാര്യം വേർ ഇസ് എ പ്രൂഫ്? ഒന്നിനും പ്രൂഫ് ഇല്ല. എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അത് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നൗ ഇഫ് യു ആസ്ക് മീ ഹൗ എക്സാക്ട്ലി ഡിഡ് യു ഫീൽ ദാറ്റ് ആ പേഴ്സൺ അങ്ങനെ ഉണ്ടെന്ന്, ഐ ഡോണ്ട് നോ. ഇറ്റ് ഈസ് ജസ്റ്റ് നോയിങ്. ഇറ്റ്സ് നത്തിങ് ടു ഡു with biochemistry or your hormones or no, nothing to do with that. Because ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് ചെറിയ കുട്ടികൾക്ക് വരെ ഈ ESP ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു മാത്സ് ടീച്ചർ ഒരു പ്രോബ്ലം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ the child suddenly gets up and says the answer. അതൊക്കെ ഒരുപാട് വലിയ കാൽക്കുലേഷൻസ് പെട്ടെന്ന് അങ്ങ് പറയും. അപ്പൊ ടീച്ചർ ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിലും യു ഷട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ ESP ഒതുക്കുന്നതായിട്ട് കാണും. ബിക്കോസ് പേരൻസ് അവെയർ അല്ല ഈ കാര്യത്തില്. ചിലവരൊക്കെ കണ്ണടച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അവരുടെ അടുത്ത്, ഞാൻ മാമിന്റെ സ്പീച്ചിൽ തന്നെ ഞാൻ ഒരു ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പെട്ടെന്നൊരു ഒബ്ജക്ട് ഇങ്ങനെ വരുന്നല്ലോ, അത് പലപ്പോഴും പലരും ഫീൽ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നത്? അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് കുഡ് ബി
പാസ്റ്റ് മെമ്മറി, ഇറ്റ് കുഡ് ബി an intuition അല്ലെങ്കിൽ പ്രമോഷൻ പോലെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എന്റെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്ത് വരുന്ന ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് വരാൻ പോണ കാര്യങ്ങൾ എനിക്കറിയാം, അതിനെ ഓർത്ത് ടെൻഷൻ അടിച്ച് ഒത്തിരി പേര് വരാറുണ്ട്. there were so many people who came to me. കാര്യം എപ്പോഴേക്കോ ഇതുപോലെ ചെറുതായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ they know that okay this is the person at least we can open up to. അപ്പൊ എന്റെ കൂടെ ഇപ്പോ ഒരു പെൺകുട്ടി ഉണ്ട്, ആ കുട്ടി ഇന്നലെയും കൂടെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ആ കുട്ടി പറഞ്ഞു ചെറുപ്പത്തിലെ now she is having 2 children. ഈ കുട്ടി ചെറുതായിരുന്നപ്പോ ഇതുപോലെ ഇങ്ങനെ കണ്ടു, മുത്തശ്ശൻ മരിക്കാൻ പോണത് നേരത്തെ ഈ കുട്ടി സ്വപ്നത്തിൽ കണ്ടു, എക്സാക്ട്ലി ദാറ്റ് വേ ഹി ഡൈഡ്. പിന്നെ കാണുന്ന എല്ലാം പേടിയാണ്, പിന്നെ സ്വപ്നം കണ്ട ആകെ ടെൻഷനാണ്. അപ്പൊ പേരൻസ് പറഞ്ഞു നീ ഇതാരോടും പറയണ്ട. അപ്പൊ ഒതുങ്ങി ആ ജേർണിയിലൂടെ പോയവരാണ്. അതെ, വി ഹാവ് ടു ബി എ സീക്കർ, വി ഹാവ് ടു സീക്ക് ഇറ്റ് ഫ്രം എവ്രിവെയർ. അപ്പൊ ഞാൻ ഒത്തിരി ഇതിനെ പറ്റി വായിച്ചിട്ടുണ്ട്, ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവിടം വരെ പോയി, പുനെയിൽ പോയി ഇതിന്റെ റിസർച്ച് വിങ് നോക്കി. യുനോ എന്റെ പാത്ത് ഇതാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോയി അതിന്റെ ഡെപ്തിൽ പഠിച്ചു. അല്ലെങ്കിൽ ചുമ്മാ ഒരാൾ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇച്ചിരി ലോജിക്കൽ മൈൻഡഡ് ആണ്. അപ്പോ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് വായിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോ ദെൻ വി കണക്ട് ടു എനർജി സയൻസ്. ഇറ്റ് ഇസ് അപ്പൊ അങ്ങനെ വാലിഡേറ്റ് ചെയ്ത് പോകുമ്പോ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മിത്സ് ആണ്, അല്ലെങ്കിൽ വെറുതെ പറയുന്നത് ബിക്കോസ് ദേ കുഡന്റ് പ്രൂവ് ഇറ്റ് അറ്റ് ദാറ്റ് ടൈം. ഇപ്പൊ തെളിയിക്കാണ്ട് പോയാ വെറുതെ മാജിക് പോലത്തെ കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്യാൻ പഠിക്കണം. അത് അവരൊക്കെ ഹൈ ലെവൽ ഓഫ് മെഡിറ്റേഷനിൽ എത്തിയിട്ടുള്ള ആൾക്കാരാണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് അച്ചീവബിൾ, ഇറ്റ്സ് നോട്ട് സംതിങ് ഔട്ട് ഓഫ് ദി ഓർഡിനറി. For only very few people. Yes. അപ്പം അങ്ങനത്തെ very few അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എവ്രിബഡി. പക്ഷേ അത് വിശ്വസിക്കണ്ടേ, അതിന് ഫെയ്ത്ത് വേണ്ടേ. ഐ കാൻ ലിവ് ഫോർ ദാറ്റ് മാറ്റർ. കേപ്പബിലിറ്റി അപ്പൊ എല്ലാവർക്കും ഉള്ളിലുണ്ട്, എല്ലാവരുടെ ഉള്ളിൽ എല്ലാം ഉണ്ട്. വി ആർ ഓൾ വൺ ഇൻ എ വേ നോക്കിക്കഴിഞ്ഞാൽ.